പൊന്നെ, മക്കളെ ഇതിന് ഒരു കണ്ടന്റും ഇല്ലാതെ എടുത്തതാ. അല്ലാതെ ഇവിടെ ആരെയും ഒന്നും ട്രോളി എടുത്തതൊന്നുമില്ല. നിങ്ങൾ ആ സമയത്ത് അവിടെ വേണമായിരുന്നു. ആരെയും കളിയാക്കിയോ പരിഹസിക്കുകയോ അപമാനപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. അതിൽ ഞാൻ പറയുന്നതൊക്കെ എൻ്റേതായിട്ടുള്ള ശൈലി, സ്വതസിദ്ധമായ ആ രീതിയിൽ മാത്രം എടുത്തതാ. അല്ലാതെ ഇതിലെങ്ങും വേറെ ഒന്നും കുത്തിക്കയറ്റിയതൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലുകളാണ്. കാരണം അവിടെ അപ്പോഴുണ്ടായിരുന്നത് ആരൊക്കെയാണോ അവർക്കറിയാത്. ഇനി എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ ദേഹപരമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതെ, ഞാൻ ദേവിയാണ്. എന്റെ പൊന്നു മോനെ, മോന്റെ മുഖം ഒന്ന് നോക്കട്ടെ. ഞാൻ അത് തന്നെ കേട്ടില്ല കുട്ടി, കാണാനും പറ്റുന്നില്ല, കേൾക്കുന്നില്ല. മോന്റെ മൊബൈലിനകത്തുള്ള പ്രകാശം ഞാൻ കളയാം. അതായത് ദേവിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനീ ചെറിയ ചെറിയ കമന്റ്സിനെ ഭയപ്പെടേണ്ട ആവശ്യം? ഭയപ്പെടുന്നതല്ല, എന്തുകൊണ്ട് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം? അതാണ് ഞാൻ ചോദിക്കണ ചോദ്യം. മോനിപ്പോ എന്നോട് സംസാരിക്കുന്നില്ല, അപ്പൊ ഞാൻ മിണ്ടാതിരുന്നാലോ? എന്റെ സംശയം അതാണ്. സോഷ്യൽ മീഡിയയിൽ മോനെ, അത് തന്നെ അവരുടെ സംശയങ്ങൾ അവര് വന്ന് ചോദിക്കുക. അത് എന്തുകൊണ്ട് തെറി വിളിച്ചിട്ട് പറയേണ്ട ആവശ്യം? കാരണം ദേവി എന്ന് പറയുന്ന കുറെ ആൾക്കാർ ആരാധിക്കുന്ന ഒരാളാവും. പിന്നെ പല കുട്ടികളും, ഞാനിപ്പോ ആരും വിശ്വാസമില്ലാതെ നിൽക്കണം. അപ്പം ആരും വിശ്വാസമല്ല, അതാണ് സത്യം. വിശ്വാസമില്ല, അതാ മോന്റെ കുഴപ്പം. അതല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. അതായത് ചെറുപ്പം മുതലേ ഓരോരുത്തർ കാണുന്നുണ്ട്, എന്ത് ദൈവങ്ങളാണ് ഇവര്, വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ ആൾക്കാർ തന്നെ ഇങ്ങനെ തെറികൾ വിളിക്കുമ്പോ എന്താ പറയാ? കുട്ടികൾ പഠിക്കണതല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കുട്ടികൾ പഠിക്കാനല്ല, കുട്ടികൾ നിങ്ങളെ ദൈവത്തിനെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കണത്. ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ കുട്ടികൾ എന്തിനാ ദൈവത്തെ കണ്ടുപഠിക്കുന്നത്? കുട്ടികൾ പിന്നെന്താ നോക്കേണ്ടത്? എല്ലാ കുട്ടികളും മാതാപിതാക്കളും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയണത്, അല്ലേ? ഈ ദൈവങ്ങൾ എന്തിനാണ് തെറി വിളിക്കുന്നത്? ഞാൻ ചോദിച്ചത്, ദൈവങ്ങൾ എന്തിനാ തെറി വിളിക്കുന്നത്? ദേവിയാണ്. ഈ ദേവി എന്തിനു തെറി വിളിക്കുന്നത് ഞാൻ ചോദിച്ചത്. എന്റെ പൊന്നു കുഞ്ഞ്, അതിന്റെ ആവശ്യം എന്താ? അതിന്റെ ആവശ്യമില്ലല്ലോ മോനെ. എന്നെ ദൈവങ്ങളല്ലല്ലോ, എന്റെ പേര് നാഗ സൈരന്ദ്രി ദേവി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യ ദൈവം എന്നുള്ളൊരു സംഭവമാണല്ലോ, അല്ലേ? അത് മോൻ സൃഷ്ടിച്ചതാണ്. ആദ്യം ദേവിയാണെന്ന് പറഞ്ഞത് ദേവിയാണെന്ന് പറഞ്ഞതാണോ? എന്റെ പേരാണ് കുട്ടി ദേവി. ഞാൻ ആദ്യം ചേച്ചിന്ന് വിളിച്ചു, എന്നിട്ടാണ് ഞാൻ ദേവിയാണോ എന്ന് ചോദിച്ചത്. ദേവിയാണെന്ന് പറഞ്ഞു. ദേവി ഉണ്ടോന്ന് ചോദിച്ചപ്പോ അതെ ദേവിയാണ്. അതെ, ഞാൻ ദേവിയാണ്. അതാ ഞാൻ ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഭാഷകൾ എല്ലാം ഒരുപോലെയാണ് കുട്ടി. പക്ഷെ എല്ലാവർക്കും അതുപോലെ ആവൂല. മോനാവില്ല, വേണ്ട, എനിക്ക് എല്ലാവർക്കും അതുപോലെയാണോ? എല്ലാവർക്കും ഒരുപോലെയാണോ? നിങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണോ ഈ സംഭവം? അല്ല, ആ കുട്ടി പറയട്ടെ. ഞാൻ എന്റെ കാര്യം പറയാണ്. വളരെ രസകരമാ, നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് വന്ന് എടുത്തേരെ. എന്റെ പൊന്നു കുഞ്ഞ്, ഗുരു ദിവ്യ നഗ സൈരന്ദ്രി ദേവി. ഓക്കെ, മോനെ മനസ്സിലാവുന്നുണ്ടോ? കാര്യം പറയണം അല്ലേ? സംശയം. ഓം നമ ശിവായ 75588
75593 ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എന്തെങ്കിലും ചെയ്യും. ദൈവത്തിന് എന്തിനു പൈസ, ദേവിക്ക് എന്തിനു പൈസ, മോനെന്തിനു പൈസ? അല്ല, ഇന്ന് വളരെ രസകര. മോൻ എന്തിനാണ് കാശ്? പൈസന്റെ ആവശ്യമുണ്ടോ? അതായത് ഞാൻ നിങ്ങളെ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അല്ല, വളരെ രസകരമാണ്. നന്നായി.